ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ടെക് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മിനി ഹോം തിയേറ്റർ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഹോം തിയേറ്ററിൽ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ റൂമിൻ്റെ കാര്യങ്ങളാണ്. കണ്ടോ, ഇത് ഏകദേശം ഒരു 13-10 സൈസ് ഒരു റൂമാണ്. 13-10 സൈസ് റൂമാണ്. അപ്പോൾ ഈ റൂമിനകത്ത് നമ്മൾ ഒരു കാർപ്പറ്റ് വെച്ചിട്ട് റെഡും ഗ്രേ കളറുള്ള കാർപ്പറ്റ് വെച്ചിട്ടാണ് ഇത് സൗണ്ട് പ്രൂഫ് ചെയ്തേക്കുന്നത്. ഇത് നമ്മളൊരു നോർമൽ സെറ്റപ്പാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ അതേപോലെ നമ്മളിവിടെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്, ഫോൾ സീലിംഗ് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഈ കാർപ്പറ്റ് ഒട്ടിച്ചേക്കുന്നത്. കണ്ടോ, സൗണ്ട് വെളിയിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ റൂമിൻ്റെ ഒരു ഏകദേശം. അതേപോലെ ഫ്ലോറിലും അതേപോലെ നമ്മൾ കാർപ്പറ്റാണ്. താഴെ സ്പോഞ്ച് കൊടുത്തിട്ട് നമ്മൾ കാർപ്പറ്റ് ഇട്ടേക്കുവാണ്. അപ്പം ഇവിടെ അധികം ആരും ഉപയോഗിക്കാറില്ല ഇവിടെ, അത് കാരണം ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇരിക്കാനൊക്കെ ആയിട്ടാണേലും ഒരു 3 ബീം ബാഗ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സൗദിയിലായിരുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കലില്ല, അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. ഇതിനകത്തുള്ള ബാക്കി അധികം വലിയ സെറ്റപ്പുകളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചുമ്മാ ഒന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് റൂമിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ സ്ക്രീൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്ക്രീനാണ്. ഏകദേശം 110 ഇഞ്ചിലേക്ക് വരുന്ന ഒരു സ്ക്രീനാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ സാധാ വെള്ളത്തുണി വാങ്ങിയിട്ട് നമ്മൾ പട്ടിക വെച്ച് അടിച്ച് സെറ്റപ്പാക്കിയെടുത്ത ഒരു സ്ക്രീനാണ് കേട്ടോ. 16:9 റേഷ്യോയിലാണ് ഈ സ്ക്രീൻ ചെയ്തേക്കുന്നത് തന്നെ. അപ്പം സ്ക്രീനിൻ്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് AC ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഇതിലധികം ആരും അങ്ങനെ സമയം ചിലവഴിക്കലില്ല. അത് കാരണമാണ് AC ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു വാൾ ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ACക്കുള്ള പോയിൻ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിലാണ്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റൂമിനെ കുറിച്ചുള്ളത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സോണിയുടെ ഒരു ആംപ്ലിഫയർ സിസ്റ്റമാണ്. ഏകദേശം 2013 ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് വാങ്ങിയൊരു സിസ്റ്റമാണ് ഈ സോണിയുടെ. ഏകദേശം ഒരു 2500 റിയാലോളം ചിലവുണ്ടായിരുന്നു അന്ന് ഈ ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിന്. സോണിയുടെയാണ്. ഇതിനൊരു സോണിയുടെ ഒരു സബ് വൂഫറുണ്ട്. പിന്നെ അതേപോലെ ഇതാണ് ഈ സ്റ്റാൻഡ് ടൈപ്പാണ് ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ. ഇത് ഫ്രണ്ടും ഉണ്ട്, 2 ലെഫ്റ്റും റൈറ്റ് ഫ്രണ്ടും, 2 ലെഫ്റ്റ് റൈറ്റ് റിയറുമാണ്. പിന്നെ ഒരു ഫ്രണ്ട് സ്പീക്കറും ഉണ്ട്. ഇതാണ് ഫ്രണ്ട് സ്പീക്കർ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ നമ്മളെ ഓഡിയോയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്ക് ടെക് വീഡിയോ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല, അപ്പോൾ അത് കാരണം ഈ സോണിയുടെ മോഡൽ എന്ന് പറയുന്നത് HBD SZ അങ്ങനെ പറയുന്നൊരു മോഡലാണ്. ഇതിനകത്ത് 1000 വാട്ട് അങ്ങനെ എഴുതിയൊരു മോഡലാട്ടോ ഈ സോണിയുടെ ഇത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ കുറേ ഓഡിയോ ഔട്ടും അതേപോലെ HDMI ഔട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ പോകുന്നത്. റിയർ, ബാക്ക്, ഫ്രണ്ട്, സബ് വൂഫർ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. ഇതിന് ചെറിയൊരു ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങളാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിന് വയർലെസ് റിസീവറുമായിട്ടാണ് കണക്റ്റ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഇതാണ് സോണി സബ് വൂഫറിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇത് ഒരു CD ഡ്രൈവ് ഒക്കെ ഉണ്ട്, അതേപോലെ ഇതാണ് ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് USB വഴി റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കണ്ടോ, USB വഴി റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം ഇത്രയാണ് ഈ ഓഡിയോ സിസ്റ്റമായിട്ട്
കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു സ്റ്റെബിലൈസർ, വീഗാർഡിൻ്റെ സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലൈസർ വഴിയാണ്. അപ്പോൾ ഇതിൽ വോൾട്ടേജ് വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്ടറിന് ഇത് ബാധിക്കും. പിന്നെ ഇൻവെർട്ടർ വേണം എന്തായാലും. കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രൊജക്ടറൊക്കെ ഓഫായി പോവും, ഓണായി പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇൻവെർട്ടർ നമ്മൾ മൊത്തത്തിൽ വീട് മൊത്തം കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓഡിയോ സിസ്റ്റം, സ്ക്രീന്, റൂമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ റൂമിലിങ്ങനെ ഇതേപോലെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചില ലൈറ്റൊക്കെ പോയി അങ്ങനെയൊക്കെ കൊടുത്തേക്കുന്നത്. ഈ സൈഡിലൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം റൂമിൻ്റെ കാര്യങ്ങളും ഓഡിയോ സിസ്റ്റം ഒക്കെ ഇതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ വലിയ ബ്രാൻഡഡ് ഒന്നുമല്ല, ഓണിൻ്റെ ഒരു പ്രൊജക്ടറാണ്. AK6 സീരീസിൽ പെട്ട ഓണിൻ്റെ പ്രൊജക്ടറാണ്. അപ്പം ഇത് ഫുൾ HD പ്രൊജക്ടറാണ്. 1080 ഒക്കെയാണ് റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് പിന്നെ ലാമ്പ് LED ആണ്, ഇമേജ് സിസ്റ്റം LCD ആണ്, അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു 50 മുതൽ 300 ഇഞ്ച് വരെ നമുക്കിത് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അതേപോലെ പവർ കൺസ്യൂമേഷൻ 150 വാട്ട്സ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. പിന്നെ 6500 ബ്രൈറ്റ്നസ് ആണ്. പിന്നെ ഇതിൻ്റെ ലാമ്പ് ലൈഫ് എന്ന് പറയുന്നത് 50,000 അവേഴ്സാണ് ലാമ്പ് ലൈഫ്. ഇതിന് ഏകദേശം ഒരു 3.2 kg വെയിറ്റ് ഒക്കെയാണ് ഇതിന് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും. ഇതൊരു 1 മീറ്റർ മുതൽ ഏകദേശം 3 മീറ്റർ നമുക്ക് ഒരു 100 ടണ്ണ് സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതിന് ഏകദേശം ഞാനിത് 2020 വാങ്ങിയതാണ്. 2020 വാങ്ങിയ സമയത്ത് എനിക്ക് ഏകദേശം, ഞാൻ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്, എനിക്കൊരു 19,500 രൂപയാണ് എനിക്കിതിന് വന്നത്. 19,500 രൂപ. ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റിമോട്ട്. ഇതിൻ്റെ കൂടെ റിമോട്ടുണ്ട്. അതേപോലെ ഒരു AV കേബിൾ വരും, പ്ലസ് പവർ കേബിള്. പിന്നെ 3D എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ, പക്ഷേ 3D ഒന്നും കിട്ടില്ല. 2 3Dയുടെ ഗ്ലാസും കൂടെ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് പ്രൊജക്ടർ നേരിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ പ്രൊജക്ടർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടില്ലേ, ഇതാണ് പ്രൊജക്ടർ. ഈ പ്രൊജക്ടർ ഞാനൊരു വാൾ മൗണ്ട് ബ്രാക്കറ്റിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വാൾ മൗണ്ട് ബ്രാക്കറ്റിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് ഇവിടെയാണ് വാൾ മൗണ്ട് ബ്രാക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് കീ സ്റ്റോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഓട്ടോ ഫോക്കസും കാര്യങ്ങളും ഫോക്കസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് പറയുകയാണെങ്കിൽ 2 HDMI പോർട്ടുണ്ട്. അതേപോലെ SD കാർഡ് സപ്പോർട്ട് ചെയ്യും. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ USB 2 പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു VGA സപ്പോർട്ട്, VGA കേബിളിൻ്റെ സപ്പോർട്ട്, PCക്കൊക്കെ ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതേപോലെ വീഡിയോ ഔട്ടിൻ്റെ ഉണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബട്ടൺസൊക്കെ ഇവിടെ, കൺട്രോളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത്, ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. നല്ല ഹീറ്റാണ് ഇത് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും റൂമിൽ AC കാര്യങ്ങളൊക്കെ വേണം, കാരണം ഇത് നന്നായിട്ട് ഹീറ്റാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വാൾ മൗണ്ട് ബ്രാക്കറ്റിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പവർ ഇതേ മുകളിൽ പവർ കേബിൾ ഇതേ അവിടേക്ക് കൊടുത്തിട്ടുണ്ട്. പവർ കേബിൾ ഇവിടുന്നാണ്. ഫ്രണ്ടിൽ നിന്നുള്ള ലൈൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ കേബിളും ഉണ്ട്, വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊജക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ 19,000 രൂപയ്ക്ക് നമുക്ക് ഈ പ്രൊജക്ടർ, എന്നെ സംബന്ധിച്ച് ഈ പ്രൊജക്ടർ നല്ല പെർഫോമൻസ് ആണ് തന്നേക്കുന്നത്. ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മുടെ ഒരു ലെവലിൽ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു
4 ലക്ഷം 5 ലക്ഷം അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ടാണ് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിന് വരുന്നതെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം 8 ലക്ഷത്തിൻ്റെയൊക്കെ മുകളിലോട്ടാണ് ഹോം തിയേറ്റർ സെറ്റപ്പ്. അതേപോലെ വലിയ സ്പീക്കേഴ്സോ അറ്റ്മോസൊക്കെ ചെയ്ത് വലിയ 4K പ്രൊജക്ടറൊക്കെ ചെയ്ത് വരുമ്പോൾ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെക്കേഷൻ വരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി, പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ അത് സഫലമാക്കുക അത്രേ ഉള്ളൂ. പിന്നെ അതിന് വലിയൊരു ഇൻവെസ്റ്റ് ചെയ്യേണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ചെയ്തത്. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻ വെച്ച് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്കിത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് റൂമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലർ അക്വസ്റ്റിക് ഇട്ടിട്ട് നന്നായിട്ട് സൗണ്ട് പ്രൂഫ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്തേക്കുന്നതാണ് ഈ കാർപ്പറ്റ് സംഭവം. ഇവിടെ നമ്മളൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ആ ഷെൽഫിൽ നമ്മൾ ഓഡിയോ സിസ്റ്റം, അതിനുള്ള സെൻട്രൽ സ്പീക്കർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വൈഫൈ, അങ്ങനെയുള്ള നെറ്റിൻ്റെ മോഡവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഇംപെക്സിൻ്റെ ഒരു സ്പീക്കറാണ്. അത് നമ്മൾ കരോക്കെ പാടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു സ്പീക്കർ. അതും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 3 ബീം ബാഗും കൊടുത്തിട്ടുണ്ട്. ബീം ബാഗ് നമ്മൾ ആവശ്യമുള്ളവർ ഇരിക്കാം. ബീം ബാഗിൽ പ്രായമുള്ളവർക്കൊന്നും ഇരിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല, എണീക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കൊച്ചൊക്കെ വരുമ്പോൾ ഞാനും വൈഫും കൊച്ചൊക്കെ ഇരുന്ന് കാണും ഇടയ്ക്കൊക്കെ. പിന്നെ അമ്മയും അപ്പച്ചനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ അവർ കസേര ഇട്ടിട്ട് അവർ സുഖമായിട്ടിരുന്ന്, അല്ലെങ്കിൽ ഫ്ലോറിൽ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഫ്ലോറും നല്ല ഇതാണ് കണ്ടോ, നല്ല അടിയിൽ സ്പോഞ്ചൊക്കെ ഇട്ടിട്ടാണ് കാർപ്പറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ കാർപ്പറ്റ് മുകളിൽ വിരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ രസമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ. പിന്നെ ഇതിൻ്റെ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. AC-ക്കൊക്കെ ഉള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമ്മളൊരു ഒരു വാൾ ഫാനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പ്രൊജക്ടറിനാണ് എടുത്തു പറയേണ്ട. പ്രൊജക്ടർ നമ്മൾ പൈസ ഒരു 19,000 രൂപ മുടക്കുന്ന ആ ഒരു പൈസയ്ക്കുള്ള ഉണ്ട് ഈ പ്രൊജക്ടർ. ഞാൻ ഒരുപാട് പ്രൊജക്ടർ ചെക്ക് ചെയ്തിട്ടാണ് എനിക്ക് പിക്ചർ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഇഷ്ടപ്പെട്ട ഓണിൻ്റെ പ്രൊജക്ടറാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ HDMI, HDMI 2 അങ്ങനെ 2 HDMI പോർട്ടിനെ കാണിക്കുന്നുണ്ട്. VGA കേബിളിൻ്റെ ഉണ്ട്, USB, AV, പിന്നെ അതേപോലെ വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓപ്ഷൻ ആയ കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്കിതിനകത്ത് ക്രോമുണ്ട്, ടെലഗ്രാമുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ പ്ലേ സ്റ്റോർ ഉണ്ട്, യൂട്യൂബ്. ഈ സൂം സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 സൈഡും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂം സെറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓണാക്കി നോക്കാം. യൂട്യൂബ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ വെക്കാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതാണ് നമ്മുടെ ചാനൽ തന്നെ വെച്ചേക്കാം. നമ്മൾ പോകുന്നത് ജിദ്ദയിലെ ഒരു വലിയ ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഇതാണ് ഡീറ്റെയിൽ. ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം വോളിയം, അത്യാവശ്യം നല്ല സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല അത്യാവശ്യം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല, ഇപ്പോൾ 19,000 രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രൊജക്റ്റും ഒരു ഹോം തിയേറ്റർ സിസ്റ്റം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം വലിയ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട്സ് ആണേലും നല്ല അത്യാവശ്യം നല്ല സൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.